ഹായ് കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്. ഇതിൻ്റെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീസോലിത്തിക് ഏജ്. ദ മീസോലിത്തിക് ഈസ് ദി സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ പാലിയോലിത്തിക് ടു ദി നിയോലിത്തിക്. പാലിയോലിത്തിക്കിൽ നിന്നും, അതായത് ഓൾഡ് സ്റ്റോൺ ഏജിൽ നിന്നും, നിയോലിത്തിക് എന്ന് പറയുന്ന ന്യൂ സ്റ്റോൺ ഏജ്, അതിൽ നിന്നുള്ളൊരു ട്രാൻസിഷനാണ്, ഒരു മാറ്റമാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ആ സ്പേസാണ് ഏതാണ് മീസോലിത്തിക് ഏജ്. ദ വേർഡ് മീസോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടു ഗ്രീക്ക് വേർഡ്സ് മീസോസ് എന്ന് വെച്ചാൽ മിഡിൽ ആൻഡ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോണ്. Look at the given pictures. Examine the difference between Paleolithic tools and Mesolithic tools. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ആൻഡ് മീസോലിത്തിക് ടൂൾസ്. അതായത് പാലിയോലിത്തിക് ടൂൾസ് ഓൾഡ് സ്റ്റോൺ ഏജിലെ ടൂൾസും അതുപോലെ തന്നെ മീസോലിത്തിക് മിഡിൽ സ്റ്റോൺ ഏജിലെ ടൂൾസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ദീസ് ആർ സ്മാളർ ടൂൾസ് ദാൻ ദി ഓൺസ് യൂസ്ഡ് ഇൻ ദി പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിലെ ആൾക്കാർ ഉപയോഗിച്ചതിനേക്കാളും ചെറിയ ടൂൾസാണ് മീസോലിത്തിക്. ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഷാർപ്പ് പോയിൻറ്റ്സ് ആണ്. ഏതാണ്? സ്മാളർ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. ദിസ് ഈസ് ദ പീരീഡ് വെൻ മൈക്രോലിറ്റ്സ് വെയർ യൂസ്ഡ്. മൈക്രോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരി സ്മാൾ ടൂൾസ്, അത് നമുക്കറിയാം ചെറിയ ടൂൾസാണ്. അപ്പം ഈ പീരീഡ് എന്ന് പറയുന്നത് അത് മൈക്രോലിറ്റ്സ്, അതായത് ചെറിയ ടൂൾസും യൂസ് ചെയ്തിരുന്ന സമയമാണ്. ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി മെൻഷൻ ദാറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ബിഗാൻ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി പാലിയോലിക് പീരീഡ്. പാലിയോലിക് പീരീഡിൻ്റെ അവസാനമായപ്പോഴത്തേക്കും മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. ബട്ട് ഇൻ ഇന്ത്യ ദിസ് ഡെവലപ്മെൻറ്റ് ഈസ് മെയിൻലി സീൻ ഡ്യൂറിങ് ദി മീസോലിത്തിക് പീരീഡ്. അതായത് യൂറോപ്യൻ കൺട്രീസിലെല്ലാം, ഇന്ത്യയിലല്ലാതെ മറ്റു രാജ്യങ്ങളിൽ എവിടെയൊക്കെ പാലിയോലിത്തിക് സൈറ്റുകളുണ്ടോ അവിടെ എല്ലാം ഈ പാലിയോലിത്തിക് സൈറ്റിൻ്റെ ലാസ്റ്റ് സമയമായപ്പോഴത്തേക്കും, ലാസ്റ്റ് സ്പേസ് ആയപ്പോഴത്തേക്കും ഹ്യൂമൻസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. എന്നാൽ ഇന്ത്യയിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് മീസോലിത്തിക് പീരീഡിലാണ്. ദ വർക്ക്സ് ഓഫ് ആർട്ട് ഇൻ ദ കേവ് സെൻറ്റേഴ്സ് ഓഫ് ബിംബേഡ്ക, ലാക്ഷോർ ആൻഡ് കൊത്തോട്ടിയ ഇൻ മധ്യപ്രദേശ് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ദ വേ ഓഫ് ലൈഫ് ഓഫ് ഹ്യൂമൻ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പം നമുക്ക് ഇതെല്ലാം കേവ് സെൻറ്റേഴ്സ് വെച്ചാൽ അവരുടെ പിക്ചേഴ്സ്, അവർ ആ കേവിലെല്ലാം വരച്ച് വെച്ചേക്കുന്നത്, അതുപോലെ തന്നെ കൊത്തി വെച്ചേക്കുന്നതൊക്കെ പിക്ചേഴ്സിലാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പം ബിംബേഡ്കയിലുള്ള കേവിൽ നിന്നും, ലാഗ്ജോറിലുള്ളതും, കത്തോട്ടിയയിൽ നിന്നുള്ള മധ്യപ്രദേശിലുള്ള കത്തോട്ടിയയിൽ നിന്നുള്ള കേവ്സിലെല്ലാം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരുടെ വേ ഓഫ് ലൈഫ്, അവരുടെ ജീവിത രീതികൾ ഡ്യൂറിങ് ദിസ് പീരീഡ്, മിസോലിത്തിക് പീരീഡിലുള്ള കുറേ കേവ് പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ബിംബേഡ്ക, ലാഗ്ജോർ, കത്തോഡിയ തുടങ്ങിയ കേവ്സിലുള്ള ആ സമയത്ത് മനുഷ്യ വരച്ചിരുന്ന കുറേ പിക്ചേഴ്സാണ് ആ പേജിൽ കൊടുത്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഗിവൺ എബോ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി ആക്ടിവിറ്റീസ് ഡെപ്പിക്റ്റഡ് ഇൻ ദം. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കുറേ പിക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ബേസിസിൽ അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളിവിടെ പൂരിപ്പിക്കാനുള്ളത്. ആദ്യത്തേത് ഹണ്ടിങ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഫിഷിംഗ് എന്ന് വെച്ചാൽ മീൻപിടുത്തം. നെക്സ്റ്റ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, കന്നുകാലി വളർത്തൽ. ഗ്യാതറിങ്, ഒത്തുകൂടൽ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് വരുന്നത് അമ്യൂസ്മെൻറ്റ്, വിനോദം. ഓഫ് ലൈഫ് ഓഫ് മീസോലിത്തിക് ഹ്യൂമൻസ് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സിൽ നിന്ന് നമുക്ക് ആ മനുഷ്യരുടെ, മീസോലിത്തിക് പീരീഡിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ സാധിക്കും. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരീഡ് ക്യാൻ ബി ഗിവൺ. ആ പീരീഡിലെ ക്യാരക്ടറിസ്റ്റിക് ഫ്യൂച്ചേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മീസോലിത്തിക് പീരീഡ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ്. യൂസ് ഓഫ് മൈക്രോലിറ്റ്സ് ഓർ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ്. അപ്പോൾ അവർ മൈക്രോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മാളാണ്. അപ്പം മൈക്രോലിത്തിക് ടൂൾസും അതിൻ്റെ അർത്ഥവും സ്മാൾ എന്ന് തന്നെയാണ്. അപ്പോൾ യൂസ് ഓഫ് മൈക്രോലിറ്റ്സ് ഓർ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ്. എപ്പാർട്ട് ഫ്രം ഹണ്ടിങ്ങിന് പുറമെ അവർ ഗ്യാതറിങ്, ഒത്തുകൂടിയിരുന്നു. ഫിഷിംഗ്, മീൻ പിടിച്ചിരുന്നു. ആൾസോ ബിക്കെയിം എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, അവരുടെ ജീവിത രീതി മുന്നോട്ട് നയിച്ചിരുന്നത് ഹണ്ടിങ്ങും അതുപോലെ തന്നെ ഗ്യാതറിങ്, ശേഖരണം, അതുപോലെ തന്നെ ഫിഷിങ്ങും. ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, അവർ കന്നുകാലികളെ വളർത്തിയിരുന്നു. അടുത്തത് അമ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിനോദം. ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ, അങ്ങനെ ജെൻഡറിൻ്റെ ബേസിസിൽ അവർ ജോലി ഡിവൈഡ് ചെയ്തിരുന്നു. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
മീസോലിത്തിക് സെൻറ്റേഴ്സാണ്. മീസോലിത്തിക് സൈറ്റുകൾ. സ്റ്റാർകാർ ഇംഗ്ലണ്ടിലുള്ള, ഫാഹിയാൻ കേവ് ശ്രീലങ്ക, സരായ് നഹർ റായ് ഇന്ത്യ ഉത്തർപ്രദേശിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡ് ചോദിക്കും. സ്റ്റാർകാർ ദ മീസോലിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ്. ഇറ്റ് ഈസ് എ മീസോലിത്തിക് ഓപ്പൺ എയർ സെറ്റിൽമെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്. ഓപ്പൺ എയർ എന്ന് പറഞ്ഞാൽ അതിന് മൂടിയില്ലായിരുന്നു. ഓപ്പൺ എയർ. ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദിസ് സൈറ്റ് ഈസ് ദി പ്രസൻസ് ഓഫ് ഓർഗാനിക് റിമൈൻസ്. അപ്പോൾ നമ്മൾ ഈ സൈറ്റ് കണ്ടുപിടിച്ചത് അവിടുന്ന് കിട്ടിയ ഓർഗാനിക് റിമൈൻസ് വെച്ചിട്ടാണ്. അതായത് ഓർഗാനിക് റിമൈൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സിൻ്റെ റിമൈൻസ്, അവശിഷ്ടങ്ങൾ. അതായത് മനുഷ്യനാവാം, അനിമൽസ് ആവാം, പ്ലാന്റ്സ് ആവാം, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്നുള്ള വുഡാവാം, ഫുഡാവാം, അതുതന്നെ ലെതർ ആവാം. ലെതർ എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നുള്ള തുകൽ, ലെതർ ആവാം. ഇതിനെല്ലാം ഓർഗാനിക് റിമൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺ വെയർ ഫൗണ്ട് ഹിയർ. ഇവിടെ നിന്ന് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ടൂൾസും അതുപോലെ തന്നെ എല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ടൂൾസും ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എവിഡൻസസ് ഓഫ് ഏർലി കാർപ്പൻറ്ററി ഹാവ് ആൾസോ ബീൻ ഫൗണ്ട് ഹിയർ. കാർപ്പൻറ്ററി എന്ന് പറഞ്ഞാൽ തടിയിലുള്ള വർക്കുകൾ, തടിപ്പണി. അപ്പം അതിൻ്റെ എവിഡൻസസും കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് ദിസ് ഏരിയ ആസ് എ ടെമ്പററി സെറ്റിൽമെൻറ്റ്. ഇങ്ങനെ വിശ്വസിക്കുന്നു, ഏർലി ഹ്യൂമൻസ്, ആദ്യകാല മനുഷ്യർ ഇതിവിടെ ഉപയോഗിച്ചിരുന്ന ടെമ്പററി സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ താമസ സ്ഥലം. അപ്പം ടെമ്പററി, പെർമനൻ്റ് അല്ല, താൽക്കാലികമായിട്ട് താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. സരായ് നഹർ റായ് എ മിസോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മിസോലിത്തിക് സൈറ്റിൻ്റെ പേരാണ് സരായ് നഹർ റായ്. അത് ഓൺവേഡാണ്. സരായ് നഹർ റായ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി ഓക്സ്ബോ ലേക്ക് ഇൻ ദി പ്രതാപ് നഗർ ഡിസ്ട്രിക്റ്റ് ഓഫ് ഉത്തർപ്രദേശ്. അപ്പോൾ സരായ് നഗർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്സോ ലേക്കിൻ്റെ ബാങ്ക്സ് സമീപത്താണ്. ആ ഓക്സോ ലേക്ക് എന്ന് പറഞ്ഞാൽ റാ ആകൃതിയിലിരിക്കുന്ന ഒരു തടാകമാണ്. ഇൻ ദ പ്രതാപ് നഗർ ഡിസ്ട്രിക്റ്റ് ഓഫ് പ്രതാപ് നഗർ ഡിസ്ട്രിക്റ്റിൽ ഉത്തർപ്രദേശിലുള്ള പ്രതാപ് നഗർ ഡിസ്ട്രിക്റ്റിലാണ്. മൈക്രോലിറ്റ്സ് എ മേജർ ഫ്യൂച്ചേഴ്സ് ഓഫ് ദി മിസോലിത്തിക് കൾച്ചറൽ പീരീഡ്. അതായത് മിസോലിത്തിക് കൾച്ചർ പീരീഡിനകത്ത് മൈക്രോലിറ്റ്സ് ആണ് ഏറ്റവും മേജറായിട്ടുള്ള ഫീച്ചേഴ്സ്. എന്ന് പറഞ്ഞാൽ അവരുടെ ടൂള് തന്നെയാണ്. മൈക്രോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. ഇതാണ് മൈക്രോലിറ്റ്സിൻ്റെ പ്രത്യേകത. ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ മിസോലിത്തിക്കാണ്, പാലിയോലിത്തിക്കാണെന്നൊക്കെ പറയുന്നത് ഈ ടൂൾസിൻ്റെ കണ്ടെത്തലും അതുപോലെ തന്നെ ടൂൾസിൻ്റെ പ്രത്യേകതയും കേവ് പെയിൻറ്റിങ്സും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. The tall human bones found here are a significant archaeological evidences. The tall human bone, നല്ല നീളമുള്ള മനുഷ്യൻ്റെ ബോണ്, എല്ല് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതും വളരെ ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പുരാവസ്തുപരമായിട്ടുള്ള ഒരു എവിഡൻസസ് ആണ്. The height of man in 180 cm and that of woman is 170 cm ആണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ബോസ് ആൻഡ് ആരോസ് വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. അമ്പും വില്ലും അവർ ഉപയോഗിച്ചിരുന്നു. ഈ ടൂൾസിന് പുറമെ, ബോൺ ടൂൾസിനൊക്കെ പുറമെ അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നു ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്. ദെയർ ഈസ് എവിഡൻസസ് ടു ഷോ ദാറ്റ് സീഡ്സ് വെയർ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ്. സീഡ്സ്, ധാന്യങ്ങൾ കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്തിരുന്നു. ആൻഡ് അനിമൽ ഹൈഡ് വാസ് യൂസ്ഡ് ആസ് ക്ലോത്തിങ്. അനിമൽ ഹൈഡ് അവർ ക്ലോത്തിങ്ങിന് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അനിമൽ ഹൈഡ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ തൂകൽ. നെക്സ്റ്റ്, നിയോലിത്തിക് ഏജ്. ദിസ് ഈസ് ദ പീരീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഫേസാണ് നിയോലിത്തിക് ഏജ്. ദ വേർഡ് നിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ് നിയോസ് ആൻഡ് ലിത്തോസ്. നിയോസ് എന്നും ലിത്തോസ് എന്നും പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നിയോലിത്തിക് എന്ന് പറയുന്ന വേർഡ് ഉരുത്തിരിഞ്ഞു വന്നത്. നിയോസിൻ്റെ അർത്ഥം ന്യൂ, ലിത്തോസ് സ്റ്റോൺ. ദ ബുക്ക് മാൻ മേക്സ് ഹിംസെൽഫ് ബൈ ഗോർഡൻ ചിൽഡെ റെഫേഴ്സ് ടു ടു ഇമ്പോർട്ടൻ്റ് ചേഞ്ചസ് ഇൻ ദ നിയോലിത്തിക് ഏജ്. അത് ഗോൾഡൻ ചിൽഡ്ര എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള മാൻ മേക്സ് ഹിംസെൽഫ്, അതിൽ അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് ചേഞ്ചസ് ആണ് മനുഷ്യൻ്റെ ലൈഫിൽ നിയോലിത്തിക് പീരീഡിൽ വന്നത്. The first revolution that transformed human economy gave new control over his own food supply. Man began to plant, cultivate and improve by selection edible grasses, roots and trees. മനുഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തൻ്റെ ഭക്ഷണ ലഭ്യതയിൽ നിയന്ത്രണം നേടിക്കൊടുത്തു.
ഭക്ഷ്യയോഗ്യമായ ചെടികളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി. ആൻഡ് ഹി സക്സീഡഡ് ഇൻ ടാമിങ് ആൻഡ് ഫേർമലി അറ്റാച്ചിങ് ടു ഹിസ് പേഴ്സൺ certain species of animal in return for the fodder. And he succeeded in taming and firmly attaching to his person certain species of animal in return for the fodder he was able to offer. അതായത് തനിക്ക് നൽകാൻ കഴിയുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുവാൻ മനുഷ്യന് കഴിഞ്ഞു. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ നിയോലിത്തിക് ഏജ് മെൻഷൻഡ് ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ? അപ്പം ഇതിനകത്ത് 2 ചേഞ്ചസ് ഏതൊക്കെയാണ്? അതായത് ഒന്നെന്ന് പറയുന്നത് മനുഷ്യൻ കൾട്ടിവേഷൻ തുടങ്ങി, അതായത് ദേ ബിഗാൻ ടു സ്റ്റാർട്ട് കൾട്ടിവേഷൻ. രണ്ടാമത്തത് എന്താണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിനെ വളർത്താൻ തുടങ്ങി. അത് രണ്ടുമാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ദ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഇൻ്ററാക്ഷൻ വിത്ത് ഹിസ് സറൗണ്ടിങ്സ് ഈസ് ദി റീസൺ ഫോർ ദീസ് ചേഞ്ചസ്. അപ്പോൾ ഈ ചേഞ്ചസിൻ്റെ കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ അവൻ്റെ സറൗണ്ടിങ്ങുമായിട്ട് ഇൻ്ററാക്ഷൻ തുടങ്ങി. അതായത് അവർ എല്ലാത്തിനും നട്ടു വളർത്താൻ, അതിൽ ഡൊമസ്റ്റിക്കേഷനും അങ്ങനെ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് അങ്ങനെ തുടങ്ങിയത് ഇൻ്ററാക്ഷൻ തുടങ്ങി. ഹ്യൂമൻ സ്റ്റാർട്ടഡ് ന്യൂ വേ ഓഫ് ലിവിങ് ഡ്യൂറിങ് ദ നിയോലിത്തിക് പീരീഡ് അല്ലേ? അവർ പുതിയ രീതിയിലുള്ള ജീവിത രീതികൾ തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. ഇനി മാപ്പ് സെക്കൻഡാണ്. നോക്ക്, ഒബ്സർവ് ദ മാപ്പ്. യു ക്യാൻ സീ ദ ഏരിയ മാർക്ക്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്രസന്ത്. അപ്പോൾ ഈ ക്രസന്തിൻ്റെ ഏരിയയിലുള്ള സ്ഥലത്ത് ബേസ്ഡ് ഓൺ അവൈലബിൾ എവിഡൻസസ് ആർക്കിയോളജിസ്റ്റ് സേ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഈ ഭാഗത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഷേപ്പിലുള്ള ക്രസന്തിൻ്റെ ഷേപ്പിൻ്റെ ഭാഗത്താണ് എന്താണ് അഗ്രികൾച്ചർ ബിഗാൻ ദിസ്. ആ ഏരിയയിലാണ് അഗ്രികൾച്ചർ തുടങ്ങിയത്. ദിസ് റീജിയൺ ഈസ് നോൺ ആസ് ദ ഫെർട്ടൈൽ ക്രസന്ത്. അപ്പം ഇതിനെ പറയുന്ന പേരാണ് ഫെർട്ടൈൽ ക്രസന്ത് എന്ന്, ഫലഭൂയിഷ്ഠമായിട്ടുള്ള ക്രസന്ത്. നമ്മുടെ എന്തുകൊണ്ടാണ് അവിടെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് ആ പേര് അറിയപ്പെടുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ഇൻ ദിസ് റീജിയൻ? നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. ലെറ്റ് us see the factors that led humans ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. അപ്പം ഇവർ പറഞ്ഞു നിയോലിത്തിക് പീരീഡിൽ 2 പ്രധാനപ്പെട്ട ചേഞ്ചസ് വന്നു. ഒന്നെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത്, രണ്ടാമത്തത് മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, വളർത്താൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ എന്താണ് അതിലോട്ട് വഴിതെളിച്ച കാരണങ്ങൾ എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത്. ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്ത്, രണ്ടാമത്തത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിനെയാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം പോപ്പുലേഷൻ ഗ്രോത്ത് ആയപ്പോൾ സെറ്റിൽമെൻറ്റും ഇൻക്രീസ് ചെയ്തു, കൂടി. മൂന്നാമത്തത് എന്താണ്? കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ. നാലാമത് ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്റ്റിന് അതാണ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫുഡ് ഷോർട്ടേജ് വരും. ഫുഡ് ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ചേഞ്ചസ് ഇൻ ടെക്നോളജിയിൽ ചേഞ്ച് വന്നു. നമ്മൾ കണ്ടു നിയോലിത്തിക് പീരീഡിലെ ഒരുപാട് ചേഞ്ചസ് വന്നെന്ന്. അതുപോലെ തന്നെ പാലോലിത്തിക് പീരീഡിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ് അല്ല മീസോലിത്തിക് പീരീഡിലെ ടൂൾസ് അല്ല നിയോലിത്തിക് പീരീഡിൽ. അപ്പം കാലാകാലങ്ങളായിട്ട് എന്താണ് ചേഞ്ചസുകൾ സംഭവിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിത രീതിയിൽ. അപ്പം ലാസ്റ്റ് പോയിന്റ് ചേഞ്ചസ് ഇൻ ടെക്നോളജി. നമുക്കിവിടെ കുറേ നിയോലിത്തിക് ടൂൾസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. പിക്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ടൂൾസ് ആർ ഗിവൺ ഹിയർ. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദെയർ ഫ്യൂച്ചേഴ്സ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഒന്ന് പോളിഷ്ഡ് ടൂൾസാണ്, രണ്ടെന്തോ ഡിഫറെൻറ്റ് ഷേപ്സ് ആണ് അല്ലേ, പലതരത്തിലുള്ള ഷേപ്പുകളാണ്. പിന്നെന്തുവാണുള്ളത്? പിന്നൊന്നുള്ളതെന്ന് വെച്ചാൽ ഷാർപ്പ് കീൻ എഡ്ജസ് ആണ്. ആ എഡ്ജ് അരികു മൊത്തം ഷാർപ്പാണ്, നല്ല മൂർച്ചയുള്ളതാണ്. അതാണ് 3 ഫീച്ചേഴ്സ്. ദീസ് ടൂൾസ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ടു കൾട്ടിവേറ്റ് ദ ലാൻഡ്. അപ്പം നമ്മൾ മുകളിൽ കണ്ട ആ ടൂൾസ് മനുഷ്യനെ ഒരുപാട് സഹായിച്ചു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ. അതാണ് ഷാർപ്പ് എഡ്ജ് എന്നൊക്കെ പറഞ്ഞത്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ടൂൾസ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ദേ ഹെൽപ്ഡ് ദം ഇൻ ടില്ലിങ്, കുഴിക്കുന്നതിന്, ദ സോയിൽ ആൻഡ് കട്ടിങ് ഡൗൺ ട്രീസ് കട്ട് ചെയ്യാതെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂൾസ്. ദിസ് മാർക്ക്ഡ് ദി ബിഗിനിങ് ഓഫ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവന്നു. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് എൻഷുർഡ് ദ സ്റ്റഡി അവൈലബിലിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പം അഗ്രികൾച്ചറും അതുപോലെ തന്നെ അനിമൽസിനെ വളർത്തുക, മൃഗപരിപാലനവുമെല്ലാം അവരെ സ്റ്റഡിലി അവൈലബിലിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് അവർക്ക് ഒരു
മുട്ട് വരാതെ അവർക്ക് ഫുഡ് പ്രോഡക്ട്സ് കിട്ടാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ആൻഡ് അഗ്രേറിയൻ വില്ലേജസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇതിൻ്റെ ഫലമായിട്ട് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, ഒരു സ്ഥിര താമസം തുടങ്ങി. അതുപോലെ തന്നെ അഗ്രേറിയൻ വില്ലേജ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അഗ്രികൾച്ചറൽ ബേസ്ഡ് സൊസൈറ്റിയാണ്. അപ്പം അറിയാം അഗ്രേറിയൻ വില്ലേജ് ആയിരിക്കുമെന്ന്, കാർഷികമാണ്. The storage of grains became possible with the introduction of pottery and the use of bricks made of clay. അതായത് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്, അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അധികം വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. പിന്നീട് എന്താണ് അപ്പോൾ അത് എന്തിനേലും വഴിതെളിച്ചു, പോട്ടറി. കാരണം അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ ആവശ്യമായിരുന്നു. അങ്ങനെ അവരെന്താണ് പോട്ടറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ കുടങ്ങളും അങ്ങനെയുള്ള മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ദ യൂസ് ഓഫ് ബ്രിക്സ് മെയ്ഡ് ഓഫ് ക്ലേ. പിന്നെ അവരെന്ത് ചെയ്തു, കട്ടകൾ, ക്ലേ ഉപയോഗിച്ചിട്ടുള്ള കട്ടകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദി യൂസ് ഓഫ് എന്തിനാണ്, അവർക്ക് സെറ്റിൽമെൻറ്റ്, വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. വെൻ ദ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ ബിക്കെയിം പോസിബിൾ, അതായത് സർപ്ലസ് പ്രൊഡക്ഷൻസിൽ അധികമായിട്ടുള്ള പ്രൊഡക്ഷൻ, അഗ്രികൾച്ചറിൽ ഒരു സാധനം അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അവരുടെ ആവശ്യത്തിൽ കഴിഞ്ഞിട്ട് അധിക പ്രൊഡക്ഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു, എ സെക്ഷൻ ഓഫ് സൊസൈറ്റി ബിക്കെയിം ഫ്രീ ഫ്രം അഗ്രേറിയൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു സെക്ഷൻ അതിൽ നിന്നും ഫ്രീ ആയിട്ട്, കാരണം അവർ മറ്റുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയി, അഗ്രികൾച്ചറൽ പർപ്പസിൽ നിന്നും. എന്തിൽ നിന്നാണ് ഫ്രീ ആയത്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്നും. അവരെന്ത് ചെയ്തു, ദേ ബിഗാൻ ടു എൻഗേജ് ഇൻ അതർ ഒക്കുപ്പേഷൻ, മറ്റുള്ള ജോലികളിലോട്ട് അവർ തിരിഞ്ഞു. സച്ച് ആസ് പോട്ടറി മേക്കിംഗ്. അപ്പം ഈ കുടങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾ വേണം, അപ്പോൾ അവർ അങ്ങോട്ട് തിരിഞ്ഞു. വീവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൂൽപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദസ് ദ സൊസൈറ്റി കെയിം ഇൻ ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ്. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ തന്നെ പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. ദിസ് റിസൾട്ടഡ് ഇൻ സിഗ്നിഫിക്കൻ്റ് ചേഞ്ചസ് ഇൻ ദി സോഷ്യൽ ഫോർമേഷൻ. അങ്ങനെ ഒരു സോഷ്യൽ ഫോർമേഷൻ, പലതരത്തിലുള്ള ആളുകൾ ഉൾക്കൊണ്ടപ്പോൾ ഒരു സോഷ്യൽ ഫോർമേഷൻ, പലതരത്തിലുള്ള ആളുകൾ വന്നപ്പോൾ ഒരു സൊസൈറ്റിയിൽ തന്നെ ചേഞ്ചസ് വന്നു. സോഷ്യൽ ഫോർമേറ്റ് അഗ്രികൾച്ചർ മാത്രമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യാസം വന്നു. ദ ബേസിസ് ഓഫ് ദി പ്രോഗ്രസ് ഹ്യൂമൻ ഹാവ് അച്ചീവ്ഡ് ടുഡേ വി ക്യാൻ സീ ഇൻ ദ ചേഞ്ചസ് ഡ്യൂറിങ് ദ നിയോലിത്തിക് ഏജ്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഈ ഓൺ ദ ബേസ് ഓഫ് പ്രോഗ്രസ് ഹ്യൂമൻ ഹാവ് അച്ചീവ്ഡ് ടുഡേ, നമ്മൾ ഇന്ന് മനുഷ്യൻ അച്ചീവ് ചെയ്തിരിക്കുന്ന പ്രോഗ്രസ്സുകളെല്ലാം ക്യാൻ ബി സീൻ ഇൻ ദ ചേഞ്ചസ് ഡ്യൂറിങ് ദ നിയോലിത്തിക് പീരീഡ്. അപ്പം നിയോലിത്തിക് പീരീഡിൽ വന്ന ആ മാറ്റത്തിൻ്റെ തുടക്കമാണ്. വിത്ത് റെഫറൻസസ് ടു ദീസ് ചേഞ്ചസ് ഗോർഡൻ ചിൽഡെ, എ റിനൗണ്ട് ആർക്കിയോളജിസ്റ്റ്, നെയ്മഡ് ദിസ് പീരീഡ് നിയോലിത്തിക് റെവല്യൂഷൻ. അങ്ങനെ ഈ ഒരു വ്യത്യാസത്തിൻ്റെ, ഈ ഒരു റെഫറൻസസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗോൾഡൻ ചിൽഡെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗോൾഡൻ ചിൽഡെ എ റിനൗണ്ട് ആർക്കിയോളജിസ്റ്റ് നെയ്മഡ് ദിസ് പീരീഡ് നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് അദ്ദേഹം വിളിച്ചത്. അപ്പം എന്തുകൊണ്ടാണ് ഗോൾഡൻ ചിൽഡ്രെ ഈ നിയോലിത്തിക് പീരീഡിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. നിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകതകളാണ്. അവർ അനിമൽസിനെ വളർത്താൻ തുടങ്ങി. ദ സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻ ബിക്കെയിം പോസിബിൾ. അവർ ധാന്യങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ തുടങ്ങി. ഒക്കുപ്പേഷൻ സച്ച് ആസ് പോട്ടറി മേക്കിംഗ്, വീവിങ് എക്സെട്ര. അതായത് അവരുടെ ഒക്കുപ്പേഷൻ ജോലികൾ പോട്ടറി മേക്കിങ്ങും വീവിങ്ങും ഒക്കെ തുടങ്ങി. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് തുടങ്ങി. അതുപോലെ തന്നെ സോഷ്യൽ ഫോർമേഷൻ. ഇതൊക്കെയാണ് ആ ബോക്സിൽ ഫില്ല് ചെയ്യേണ്ടത്. Complete the table below by observing the world map and find out the countries in which Neolithic sites are located. ഈ മാപ്പ് 3 നോക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ നിയോലിത്തിക് സൈറ്റുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ രാജ്യത്താണുള്ളതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിയോലിത്തിക് സൈറ്റ് ജെറീക്കോ പാലസ്തീനിൽ, ജെർമോ ഇറാഖിൽ, അലിഘോഷ് വെസ്റ്റ് ഇറാനിൽ, മെഹ്ഗാർ പാകിസ്ഥാനിൽ. ഇത് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് അടുത്ത ബോക്സിലുള്ളത് ജെർമോ ഇൻ ദ കുർദിഷ് ഹിൽസ് ഓഫ് ഇറാഖ്. റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ലെഡ് ദി ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഇൻ ജെർമോ ഇൻ ദ കുർദിഷ് ഹിൽസ്, മോഡേൺ ഇറാഖ്. മോഡേൺ ഇറാഖിലുള്ള കുർദിഷ് ഹില്ലിൽ, മലനിരകളിൽ ഒരു റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തി, അതായത് പുരാവസ്തു ഗവേഷണം. ദ പീപ്പിൾ ഓഫ് ജെർമോ കൾട്ടിവേറ്റഡ് ബാർലി ആൻഡ് 2 വെറൈറ്റീസ് ഓഫ് വീറ്റ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി, ജെർമോയിലുള്ള ആൾക്കാർ, ജനങ്ങൾ എന്തൊക്കെ കൾട്ടിവേറ്റ് ചെയ്തു, ബാർലിയും അതുപോലെ തന്നെ 2 വെറൈറ്റീസ് ഓഫ് വീറ്റ്, ഗോതമ്പിൻ്റെ രണ്ട് തരത്തിലുള്ള ഗോതമ്പ്.
There were clear indications that they domesticated goat and some other animals. അവർക്ക് ക്ലിയർ ആയിട്ടുള്ള സൂചനകൾ കിട്ടി, ഇൻഡിക്കേഷൻസ് സൂചനകൾ കിട്ടി. എന്താണ്? അവർ ആടിനെയും അതുപോലെ തന്നെ മറ്റുള്ള അനിമൽസ് മൃഗങ്ങളെയും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു, വളർത്തിയിരുന്നു. ദെയർ ഡൊല്ലിങ്സ് വെയർ സ്മോൾ ഹട്ട്സ്. ഡൊല്ലിങ്സ് എന്ന് വെച്ചാൽ താമസ സ്ഥലം. ദെയർ ഡൊല്ലിങ്സ് എന്ന് പറയുന്ന താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്മാൾ ഹട്ടായിരുന്നു, ചെറിയ കുടിലുകളിലായിരുന്നു. ദേ മെയ്ഡ് ഫിഗേഴ്സ് ഓഫ് അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് വിത്ത് ക്ലേ. അവർ മനുഷ്യൻ്റെ രൂപവും അതുപോലെ തന്നെ അനിമൽസിൻ്റെയും രൂപം ക്ലേയിൽ ഉണ്ടാക്കിയിരുന്നു. ക്ലേ എന്ന് വെച്ചാൽ കളിമണ്ണ്. എമംഗ് ദി ഹ്യൂമൻ ഫിഗേഴ്സ് ദേ മെയ്ഡ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് വാസ് ദാറ്റ് ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ. അപ്പോൾ അവർ പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻറ്റ് വുമൺ, അതായത് ഗർഭിണികളായ സ്ത്രീകളുടെ രൂപങ്ങളായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. നെക്സ്റ്റ് ബോക്സ്, മെഹ്ഗാർ ദ നിയോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യയിലുള്ള നിയോലിത്തിക് സൈറ്റിൻ്റെ പേരാണ് മെഹ്ഗാർഗ്. അതിനെപ്പറ്റിയാണ്. ആർക്കിയോളജിസ്റ്റ് കൺസിഡർ ദാറ്റ് മെഹ്ഗാർഗ് നൗ ഇൻ പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാനിലാണ്, അന്ന് ഇന്ത്യയിലുള്ളതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഡിവൈഡായി, പാകിസ്ഥാൻ ഇന്ത്യയും രണ്ട് രാജ്യങ്ങളായി. അപ്പോൾ അതിനു മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് കൺസിഡർ ദാറ്റ് മെഹ്ഗാർഗ് നൗ ഇൻ പാകിസ്ഥാൻ വാസ് എ സൈറ്റ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ where the important features of Neolithic age like domestication of animals and plants began first. അതായത് മെഹ്ഗാർഗിൽ ഇന്ത്യയിലുള്ള ഏൻഷ്യൻ്റ് ടൈമിൽ ഇന്ത്യയിലുള്ള മെഹ്ഗാർഗിൽ അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു നിയോലിത്തിക് സൈറ്റ് ആയിരുന്നു. അത് നിയോലിത്തിക് സൈറ്റ് എന്ന് പറയാൻ കാരണം അവിടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിൻ്റെയും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെയും, അതായത് പ്ലാന്റുകൾ വളർത്തുന്നതിൻ്റെയും അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിക്കുന്നതിൻ്റെയൊക്കെ എവിഡൻസുകൾ കിട്ടി. ദിസ് റീജിയൺ ഈസ് കാൾഡ് ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ. അപ്പോൾ ഇതിനെ പറയുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ്. ഇതൊക്കെ ഓൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് മെഹ്ഗാർഗിനെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള നിയോലിത്തിക് സൈറ്റാണ് മെഹ്ഗാർഗ്.